സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ മലയാള സിനിമയ്ക്ക് എം ടി വാസുദേവൻ നായർ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. റിപ്പോർട്ടിലേക്ക്. 1965 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിറവുകാലമാണ്. രാമു കരിയാട്ടിന്റെ ചെമ്മീൻ ദേശീയ അവാർഡ് കേരളക്കരയിലെത്തിച്ച അതേ വർഷം MT എന്ന രണ്ടക്ഷരം വെള്ളിത്തിരിയിൽ കുറിക്കപ്പെട്ടു. ശോഭന പരമേശ്വരൻ നായരുടെ ഉറച്ച പിന്തുണയോടെ സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന MTയുടെ കഥ അഴകൊത്ത മുറപ്പെണ്ണായി മാറിയപ്പോൾ നസീറും മധുവും ഉമ്മറുമെല്ലാം തകർത്തഭിനയിച്ചു. തുടക്കമായത് അന്നോളം മലയാളം കണ്ടിട്ടില്ലാത്ത ഒരു പുത്തൻ തിരക്കഥാ ലോകത്തിന്. ദൃശ്യാനുഭവത്തിന്റെ വേറിട്ട തലത്തിലേക്ക് MTയുടെ തിരക്കഥാ സാഹിത്യം പ്രേക്ഷകരെ കൊണ്ടെത്തിച്ചു. MTയുടെ വിയോഗത്തിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് അതുല്യനായ ഒരു സംവിധായകനെയും തിരക്കഥാകൃത്തിനെയുമാണ്. 1965 വിൻസെന്റ് സംവിധാനം ചെയ്ത മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ് MT ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന കഥയായിരുന്നു ആ തിരക്കഥയ്ക്ക് അടിസ്ഥാനം. MT തിരക്കഥാ രംഗത്തേക്ക് വരുമ്പോൾ തിരക്കഥാകൃത്തിന് മാന്യമായ സ്ഥാനം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ MTയുടെ വരവോടെയാണ് തിരക്കഥാകൃത്ത് താരപരിവേഷമുള്ള ഒരാളായി മാറുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. തിരക്കഥ സാഹിത്യ രൂപമാണോ അല്ലയോ തുടങ്ങിയ ചർച്ചകൾക്ക് MT ഒരു കാലത്തും ചെവി കൊടുത്തില്ല. എന്നാൽ സാഹിത്യത്തിന്റെ കരുത്തും സൗന്ദര്യവും MT തന്റെ തിരക്കഥകളിൽ എല്ലാ കാലത്തും സമന്വയിപ്പിച്ചു. സംവിധായകൻ എന്ന രീതിയിലും തിരക്കഥാകൃത്ത് എന്ന രീതിയിലും MT രണ്ടായി കാണണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സംവിധായകൻ എന്ന രീതിയിൽ MT എല്ലാ അർത്ഥത്തിലും സമാന്തര സിനിമയുടെ പക്ഷത്തായിരുന്നു. ദൃശ്യങ്ങൾ ഗൗരവപൂർവ്വം പരിചരിക്കുന്ന, ദൃശ്യസങ്കലനത്തിൽ സവിശേഷമായ ചേരുവകളും സവിശേഷമായ നിർമ്മിതികളും സാധ്യമാക്കുന്ന, ദൃശ്യ സംസ്കാരത്തിലൂന്നുന്ന സമാന്തര സിനിമയുടെ വക്താവായിരുന്നു സംവിധായകനായ MT വാസുദേവൻ നായർ. ഇരുട്ടിന്റെ ആത്മാവ്, നഗരമേ നന്ദി, ഓളവും തീരവും, മാപ്പുസാക്ഷി, കുട്ടിയെടുത്തി, അങ്ങനെ നീളുന്നു ആ തൂലികയിൽ നിന്നും പിറവിയെടുത്ത എണ്ണം പറഞ്ഞ ആദ്യകാല തിരക്കഥകൾ. 1973 PJ ആന്റണിയെ നായകനാക്കി MT സംവിധാനം ചെയ്ത നിർമ്മാല്യം ദേശീയ അവാർഡ് നേടിയപ്പോൾ നടന വിസ്മയം തീർത്ത PJ ആന്റണി ഭരത് അവാർഡിന് നിറവിലെത്തി. IV ശശിക്കും ഹരിഹരനും വേണ്ടി 11 വീതം തിരക്കഥകൾ MT എഴുതി. എല്ലാ സിനിമകളും ഒന്നിനൊന്ന് മികവ് പുലർത്തിയപ്പോൾ പ്രേക്ഷകർ വേറിട്ട ജീവിതങ്ങളെ അഭ്രപാളികളിൽ കണ്ടു. എന്നാൽ തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ MT മധ്യവർത്തി സിനിമയുടെ പക്ഷത്ത് നിൽക്കുന്ന തിരക്കഥാകൃത്തായിരുന്നു. 1970കളുടെ അവസാനം 80കളിൽ മലയാളത്തിൽ കരുത്ത് പ്രാപിച്ച, ശക്തി പ്രാപിച്ച, കലയും ജനപ്രിയതയും സമന്വയിക്കുന്ന മധ്യവർത്തി സിനിമയുടെ വക്താവായിട്ടാണ് MT വാസുദേവൻ നായർ തിരക്കഥാ രംഗത്ത് നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ വലിയ വിജയം നേടി. ആ തിരക്കഥകൾ സർവകലാശാലകളിൽ പാഠപുസ്തകമായി, സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി. ഇതൊക്കെ കൂടി സാധ്യമാകുന്നത് ഈ കലയും ജനപ്രിയതയും സമന്വയിപ്പിക്കുന്ന ഈ ഒരു പാറ്റേൺ അദ്ദേഹം സ്വീകരിച്ചതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ തിരക്കഥകളെ 2 കാറ്റഗറിയിലായി വേണമെങ്കിൽ വർഗീകരിക്കാം. ഒന്ന്, അദ്ദേഹത്തിന്റെ നോവലുകളും കഥകളും സിനിമയാകുമ്പോഴും അല്ലെങ്കിൽ സിനിമയ്ക്കായി അദ്ദേഹം കണ്ടെത്തിയ ചില സവിശേഷമായ പ്രമേയങ്ങൾ സിനിമയാകുമ്പോഴും ഒക്കെ ഉണ്ടായിട്ടുള്ള തിരക്കഥകൾ. മറ്റൊന്ന്, ചരിത്രം, പുരാണം, മിത്ത്, ഇതിഹാസം തുടങ്ങിയവയെ പിൻപറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉപജീവിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ തിരക്കഥകൾ. ഇങ്ങനെ 2 തരത്തിൽ അദ്ദേഹത്തിന്റെ തിരക്കഥകൾ വർഗീകരിക്കാം. ഈ 2 തരത്തിലുള്ള തിരക്കഥകളും കലയും ജനപ്രിയതയും സമന്വയിക്കുന്ന മധ്യവർത്തിധാരയുടെ പക്ഷത്താണ് നിലയുറപ്പിച്ചത്. അടിയൊഴുക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, അനുബന്ധം, ഉയരങ്ങൾ തുടങ്ങിയവ IV ശശി MT ടീമിന്റെ ഹിറ്റ് ചിത്രങ്ങളായപ്പോൾ നക്ഷത്രങ്ങൾ, പഞ്ചാഗ്നി, അമൃതംഗമയ, ഒരു വടക്കൻ വീരഗാഥ, പരിണയം തുടങ്ങിയവ ഹരിഹരൻ MT കൂട്ടുകെട്ടിന്റെ ജനപ്രിയ ചിത്രങ്ങളായി. ഭരതന് വേണ്ടി വൈശാലി താഴ്വാരം എന്നീ തിരക്കഥകളും, അജയന്റെ പെരുന്തച്ഛൻ, ക്യാമറമാൻ വേണു സംവിധാനം ചെയ്ത ദയ, CB മലയിലെ സുഹൃതം, പ്രതാപ് പോത്തിന്റെ ഋതുഭേദം, പവിത്രന്റെ ഉത്തരം എന്നിവയും MTയുടെ തിരക്കഥാ ബലത്തിന്റെ മികവ് പ്രകടമാക്കിയവയാണ്. 60-ൽ പരം തിരക്കഥകളിലൂടെ മലയാള സിനിമയുടെ നട്ടെല്ലായും വളർന്ന MTയുടെ തിരക്കഥയ്ക്കായി തലമുറ ഭേദമില്ലാതെ സംവിധായകരും നിർമ്മാതാക്കളും അഭിനേതാക്കളും കാത്തിരുന്നു. സൂപ്പർ ഹിറ്റ് സംവിധായകൻ പ്രിയദർശൻ പോലും ആ പട്ടികയിൽ ഇടം നേടി. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരരാജാക്കന്മാരെല്ലാം MTയുടെ കഥാപാത്രങ്ങളാകാൻ സന്നദ്ധമായി. അതിനിടെ വളർത്തുമൃഗങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി 4 ഗാനങ്ങളും MT സംഭാവന ചെയ്തു. സുരേഷ് എടപ്പാൾ, ദൂരദർശൻ ന്യൂസ്.